മഹാനായ മനുഷ്യസ്നേഹിയും ലെജൻഡും മഹാനായ കലാകാരനുമായ നസീർ സാറ് നമ്മളെ വേർപിരിഞ്ഞു പോയത് 1989 ജനുവരി 16-ാം തീയതി. 35 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം നമ്മളെ വേർവിട്ട് പോയിട്ട് ആ മനുഷ്യസ്നേഹിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി. ഞാൻ അദ്ദേഹം മരിച്ചതറിഞ്ഞ് ടി വിയിൽ ഇങ്ങനെ ന്യൂസ് വന്നു. ഉടൻ തന്നെ ഞാനും പ്രിയ സുഹൃത്ത് വേണുജി കൂടി ചിറയൻകീഴിന് പുറപ്പെട്ടു. ഞങ്ങൾ ബസ്സിലാണ് പോയത്. കിളിമാനൂർ ചെന്ന് അവിടുന്ന് ചിറയൻകീഴ് ബസ്സിൽ ഞങ്ങൾ ചിറയൻകീഴിലേക്ക് പോയി. ഏതാണ്ട് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നസീറിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ജനനിബിഡമായ ആയിരക്കണക്കിന് ജനനിബിഡമായ ആ സന്ദർഭം അദ്ദേഹത്തിനെ കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും ആയിരങ്ങളാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ അന്ത്യ വിശ്രമ സ്ഥലമായ കാട്ടുമുറിക്കൽ ജമാഅത്ത് പള്ളിയിലേക്ക് പോയി. കാട്ടുമുറിക്കൽ ജമാഅത്ത് പള്ളിയുടെ ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു നല്ല കവാടമുണ്ട്. അത് കടന്ന് ഫ്രണ്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഞങ്ങളെല്ലാം കണ്ട് പള്ളിയിൽ ജമാഅത്ത് നമസ്കാര സമയമായി. ഞാൻ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് സാറിൻ്റെ മയ്യത്തുമായിട്ട് ജനങ്ങളിങ്ങനെ വരുന്നത്. അങ്ങനെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കുകൊണ്ടു. നമസ്കാരത്തിന് ശേഷം കൂട്ടമായൊരു പ്രാർത്ഥന. അത് ജനങ്ങൾ ഭയങ്കര ജനക്കൂട്ടമായിട്ട് മൈക്കിൽ മൈക്കിലൂടെയാണ് ദുആ ചൊല്ലി പ്രാർത്ഥിച്ച് ആളുകളിങ്ങനെ പ്രാർത്ഥിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ പോരുമ്പോൾ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ GK പിള്ള നടനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുമ്പോൾ ഷാനവാസ് വളരെ സന്തോഷം, നന്ദിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു വളരെ സ്നേഹത്തോടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നസീറിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നു. പള്ളിയിൽ എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ആളുകളെല്ലാം അവിടെ വന്നിട്ട് പിരിഞ്ഞും അനുശോചന യോഗം കൂടാൻ ടൗണിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങളും അനുശോചന യോഗത്തിന് വേണ്ടി ആ ടൗണിൽ ചെന്നു. അങ്ങനെ ഞങ്ങൾ അനുശോചന യോഗം നടക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആയിരം ബാഷ്പാഞ്ജലി.